നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള കുംഭമേള എന്നറിയപ്പെടുന്ന തിരുനാവായ മഹാമാഘ മഹോത്സവം ഇനി 3 നാൾ കൂടി. ഫെബ്രുവരി 3 വിശേഷാൽ പൂജകളോടെയും അമൃത സ്നാനത്തോടെയും സമാപിക്കും. രാവിലെ യോഗീശ്വര പൂജ, സമാപന ദിവസത്തെ പ്രധാന ചടങ്ങ്. പൂജകൾ കഴിഞ്ഞാൽ സന്യാസിമാരും ഭക്തരെല്ലാം ചേർന്ന് അമൃത സ്നാനം നടത്തും. തുടർന്ന് സന്യാസിമാരുടെ ഭണ്ഡാരം നടക്കും. വരുന്ന ആളുകളെല്ലാം സന്യാസിമാർക്ക് ഭക്ഷണവും വസ്ത്രവും ദക്ഷിണയും സമർപ്പിക്കുന്ന ചടങ്ങാണിത്. എല്ലാവർക്കും അന്നപ്രസാദവും ഉണ്ടാകും. വൈകിട്ട് നിള ആരതിയോടെ ഇത്തവണത്തെ മഹാമാഘ മഹോത്സവത്തിന് സമാപനമാകും. ഹിമാലയത്തിൽ നിന്നെത്തുന്ന 1008 സന്യാസിമാർ പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കുന്നതിന്റെ ഭാഗമായി വടക്കന്തറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ സാധു മഹാസംഗമം സംഘടിപ്പിക്കുന്നു. ഈ മഹത്തായ ആത്മീയ സംഗമത്തിന്റെ ഭാഗമായി സ്വീകരണവും ഹിന്ദു മഹാസമ്മേളനവും നടക്കും. ഫെബ്രുവരി 2 തിങ്കളാഴ്ചയാണ് വടക്കന്തറ ക്ഷേത്രത്തിൽ ഈ പരിപാടി നടക്കുക. വൈകിട്ട് 5 മണിക്കാണ് സ്വീകരണം. ഈ സന്യാസിമാർ പിന്നീട് തിരുനാവായിൽ നടക്കുന്ന മാഘമഹോത്സവത്തിലും പങ്കെടുക്കും. ഹിമാലയത്തിൽ നിന്നുള്ള സന്യാസിമാർ മലപ്പുറത്തിന്റെ മഹാകുംഭമേളയായി അറിയപ്പെടുന്ന മാഘമഹോത്സവത്തിന് എത്തുമോ എന്ന ചോദ്യം പലരും ഉയർത്തിയിരുന്നു. അതിന് ഉത്തരമാണ് ഇപ്പോൾ സംഘാടകർ ഈ അറിയിപ്പിലൂടെ നൽകിയിരിക്കുന്നത്. സനാതനധർമ്മത്തിന്റെ ആത്മീയ ഊർജ്ജം അനുഭവിക്കുകയും സന്യാസിമാരുടെ അനുഗ്രഹം നേടുകയും ചെയ്യുന്നതിനായി എല്ലാ ഭക്തജനങ്ങളും ഹിന്ദു സമൂഹവും ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത് അനുഗ്രഹീതരാകണമെന്ന് സംഘാടകർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മഹാമാഘ മഹോത്സവത്തിൽ വിവിധ മഠങ്ങളിലെയും ആശ്രമങ്ങളിലെയും സന്യാസിമാരും വിവിധ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. നിള ആരതിയാണ് എല്ലാ ദിവസവും വൈകിട്ട് നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങ്. നിള നദിയിൽ സ്നാനം ചെയ്യുന്നതിനും പ്രത്യേക സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ചരിത്രവും പൗരാണികവുമായ ഒട്ടേറെ സവിശേഷതകൾ ചേർന്ന ഭൂമിയാണിത്. ബ്രഹ്മദേവന്റെ യാഗഭൂമിയാണ് തിരുനാവായ മണപ്പുറം എന്നും ഭാരതപ്പുഴ ത്രിമൂർത്തികളുടെ സംഗമ സ്ഥാനമെന്നുമാണ് വിശ്വാസം. വർഷങ്ങൾക്ക് മുമ്പ് മാഘം നടന്നിരുന്ന വേദിയാണിത്. ചേരമാൻ പെരുമാളിന്റെ ഭരണകാലത്ത് 12 വർഷത്തിലൊരിക്കൽ ഇവിടെ മഹാമാഘം എന്ന പേരിൽ ഉത്സവം നടന്നിരുന്നത്രേ. ഒരു കാലത്ത് കോഴിക്കോട് സാമൂതിരിയുടെ അധീനതയിലുള്ള സ്ഥലമായിരുന്നു തിരുനാവായ. ഭാരതപ്പുഴയുടെ തീരത്ത് വെച്ചായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാമാങ്കം നടന്നിരുന്നത്. മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിലെ മകം നാളിലാണ് മാമാങ്കം. ഒത്തുചേരലിനും ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നതിനുമായാണ് മാമാങ്കം നടത്തിയിരുന്നത്. കോഴിക്കോട് സാമൂതിരി മാമാങ്കത്തിന്റെ രക്ഷാ പുരുഷ സ്ഥാനം ഏറ്റെടുത്തതോടെ നിരവധി ചാവേർ പടകൾ അരിഞ്ഞു വീഴപ്പെട്ട സ്ഥലം കൂടിയാണ് ഇതെന്നാണ് ചരിത്രപരമായ പ്രത്യേകത. രാവിലെ മുതൽ മണപ്പുറം ഭക്തിമന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. ലക്ഷക്കണക്കിന് ഭക്തർ ഒഴുകിയെത്തുന്നു. നാവാമുകുന്ദ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഭക്തർക്ക് എത്തിച്ചേരുന്നതിനായി നിള നദിക്ക് കുറുകെ താൽക്കാലിക പാലം നിർമ്മിച്ചിട്ടുണ്ട്. പോലീസിന്റെയും സംഘാടകരുടെയും സുരക്ഷാ നിരീക്ഷണത്തിലാണ് പാലത്തിലൂടെയുള്ള യാത്ര. ഭാരതപ്പുഴയുടെ ഹൃദയഭാഗത്തായി പ്രത്യേകം തയ്യാറാക്കിയ 7 ഘട്ടുകളിൽ വൈകുന്നേരത്തോടെ എല്ലാ ദിവസവും വൈകിട്ട് നിള ആരതി നടത്തും. കാശിയിലെ ദാശാശ്വമേധ ഘട്ടിലെ ഗംഗാ ആരതി നിർവഹിക്കുന്ന പണ്ഡിറ്റുകളാണ് ഇവിടെയും ആരതി നടത്തുന്നത്. പുണ്യസ്നാനത്തിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഓരോ ദിവസവും സവിശേഷമായ ചടങ്ങുകൾ നടക്കും. മാഘമാസത്തിലെ മകം നാളായ ഫെബ്രുവരി 3 രാവിലെ നടക്കുന്ന അമൃത സ്നാനത്തോടെയും യതി പൂജയോടെയും മഹോത്സവം സമാപിക്കും. മാഘമഹോത്സവം അവസാന ദിനങ്ങളിലേക്ക് എത്തിയതോടെ വിശ്വാസികളുടെ വലിയ തിരക്കാണ് തിരുനാവായിൽ അനുഭവപ്പെടുന്നത്. KSRTCയുടെ ബജറ്റ് സെല്ലുകൾ നടത്തുന്ന സർവീസുകൾക്ക് പുറമെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. പ്രത്യേക തീവണ്ടികളിലും ഏറെ പേർ എത്തുന്നുണ്ട്. 1755 നിലച്ച ഹിന്ദു സംസ്കാരത്തിന് ഈ വിശേഷ ആചാരം നൂറ്റാണ്ടുകൾക്കിപ്പുറം പഴയ പ്രൗഢിയോടെ പുനർജനിക്കുകയാണ് നിള തീരത്ത്. 2016 മുതൽ തന്നെ ചെറിയ തോതിൽ ഇവിടെ മാഘമാസത്തിലെ സ്നാനം വിശ്വാസികൾ നടത്തിയിരുന്നെങ്കിലും വിപുലമായ രീതിയിൽ പൂജകളും യജ്ഞക്രിയകളൊക്കെയായി ദക്ഷിണേന്ത്യയുടെ കുംഭമേളയായി അറിയപ്പെടുന്ന തിരുനാവായ മഹാമാഘം മേള സംഘടിപ്പിക്കുന്നത് 271 വർഷങ്ങൾക്കിപ്പുറമാണ്. കേരളത്തിലെ വിവിധ സന്യാസി മഠങ്ങളിൽ നിന്നുള്ള സന്യാസിവര്യന്മാർ, തന്ത്രശാസ്ത്ര വിധികളിൽ നിപുണരായ ആചാര്യന്മാർ, വേദങ്ങളിൽ നിപുണരായ വൈദിക ശ്രേഷ്ഠന്മാർ, തമിഴ്നാട്ടിലെ വിവിധ ആധീനകളിൽ നിന്നുള്ള പ്രതിനിധികൾ, ദക്ഷിണേന്ത്യയിലെ വിവിധ മഠങ്ങളിൽ നിന്നുള്ള സന്യാസിമാർ, ഹിന്ദു മതത്തിലെ വിവിധ സമ്പ്രദായങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ, ഭക്തജന സമൂഹം, ഉത്തരേന്ത്യയിൽ നിന്നുള്ള സന്യാസിമാർ,
ഗംഗ ആരതി പണ്ഡിറ്റുകൾ എന്നിവരൊക്കെ മാഘമഹോത്സവത്തിനായി നീളാതീരത്തെത്തിക്കഴിഞ്ഞു. നീള നദിക്ക് കുറുകെ തയ്യാറാക്കിയ താൽക്കാലിക പാലം 22-ന് തുറന്നു കൊടുക്കുന്നതോടെയായിരുന്നു മാഘമേളയിലെ പുണ്യസ്നാനങ്ങൾക്ക് തുടക്കമായത്. നിത്യേന 50,000 പേർ പുണ്യസ്നാനത്തിന് എത്തുമെന്നായിരുന്നു പ്രതീക്ഷ. അതിലും കൂടുതൽ ആളുകളാണ് അവിടേക്ക് ഒഴുകിയെത്തിയത്. സമാന്തരമായി ദേവതാ പൂജകളും യജ്ഞങ്ങളും നവകോടി നാരായണ ജപാർച്ചനയും നിളാതീരത്ത് നടന്നിരുന്നു. മഹാമാഘ മഹോത്സവ വേദിയിൽ നടക്കുന്ന വിദ്വൽ സദസ്സുകളിലും സത്സംഘങ്ങളും സംബന്ധിക്കുന്നത് ഭാരതത്തിലെ തന്നെ അതിപ്രഗത്ഭരായ ധർമാചാര്യന്മാരാണ്. ഇതിനൊക്കെ പകിട്ടേകി നിളയുടെ സായന്തനങ്ങളെ സംഗീത സാന്ദ്രമാക്കുന്ന കണ്ണിനിമ്പമേകുന്ന നിള ആരതിയും കാശി ദശാശ്വമേധ ഘട്ടിലെ ഗംഗാ ആരതി പണ്ഡിറ്റുകൾ നേതൃത്വം നൽകിയ നിള ആരതിക്ക് സാക്ഷ്യം വഹിക്കാൻ നിളാതീരത്ത് ഭക്തരുടെ തിരക്കേറുകയാണ്. വിശാലമായ മണപ്പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിലാണ് നിള ആരതി. ശംഖനാദം മുഴക്കി മന്ത്രോച്ചാരണങ്ങളുടെയും മണിനാദത്തിന്റെയും പശ്ചാത്തലത്തിൽ തട്ടുകളുള്ള ആരതി വിളക്കുകൾ ഉയർത്തി പൂജാരിമാർ ഭാരതപ്പുഴയെ വണങ്ങി ആരതി ഒഴിഞ്ഞു. മാമാങ്കത്തിൽ പടവെട്ടി മരിച്ച ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ആത്മാക്കൾക്ക് വന്നു ചേർന്ന ദുരിതം തീർത്ത് അവർക്ക് മോക്ഷം കൊടുക്കുന്നതിനായുള്ള പൂജകളിലൂടെയാണ് ഇത്തവണത്തെ മാഘമഹോത്സവം ആരംഭിച്ചത്. കേരള ദേശരക്ഷയ്ക്കായി പരശുരാമൻ സ്ഥാപിച്ച 4 അംബികാ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ദീപശിഖകളും മാഘമഹോത്സവ വേദിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു.